മേലൊക്കെ തോന്നു. നിറകൂടം തുളുമ്പില്ല എന്ന് പഴയ ആളോട് പറയണത് വെറുതെ അല്ല. താൻ വലിയൊരാളാണെന്ന് ഒരു ഭാവം വേണ്ടേ? ഇനി കോഴിക്കോട്ട് വരുമ്പോ നിശ്ചയമായിട്ടും വീട്ടിൽ കിടന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വേണു. ഒരു നേരം ഒന്നും വിളിക്കായിരുന്നു. ഈ ബഹളത്തിനിടയ്ക്ക് ഒന്നും ശരിയായില്ല. മാഷയുടെ കസ്റ്റഡി നിൽക്കുമ്പോ എങ്ങനെ അതിർത്തിടുകയെന്ന് സംശയിച്ചിട്ടാ. കാര്യമുണ്ടായിരുന്നു. ഇതൊരു നിമിത്താണെന്ന് ഒരു തോന്നൽ. നമ്മുടെ ദേവിക്ക് ഒന്ന് ആലോചിച്ചാൽ എന്താ തെറ്റ്? അയ്യോ, വെറും നാണം കിടണ്ട. അവരൊക്കെ വലിയ കോടീശ്വരന്മാരാ, വെറും പണക്കാരല്ല എന്നല്ലേ നിങ്ങൾ തന്നെ പറഞ്ഞത്? പണത്തെപ്പറ്റി വേണു പറഞ്ഞ് എന്താണെന്ന് കേൾക്കണോ? ദൈവം തൽക്കാലത്തെ സൂക്ഷിപ്പുകാരായി ചില ഏൽപ്പിക്കുന്നു. അവരെ നോക്കി നിർത്താൻ പറ്റാത്തവരെന്ന് കണ്ടാൽ അങ്ങനെ തന്നെ എടുത്ത് വേറെ കൊടുക്കുന്നു. ആലോചിച്ച ശരി തന്നെയല്ലേ? അതാ പറഞ്ഞത്. ചെറുപ്പാണെങ്കിലും അഹങ്കാരമില്ല. മനസ്സിൽ നല്ല ഇരുത്തം വന്ന ആളാണെന്ന് ഓരോ വാക്കിന്നും എനിക്ക് ബോധ്യായി. ആലോചിക്കണേൽ എന്താ അപകടം? അയാൾക്ക് താല്പര്യമാവുന്ന എന്റെ ഒരു തോന്നൽ. ഒരു കാര്യം പറഞ്ഞ ഒന്നും തോന്നരുത്. അച്ഛൻ ചിലപ്പോ കോഴിക്കോട്ട് വന്നു വരും. അതിനെന്താ, വരട്ടെ. പ്രത്യേകമായിട്ട് ഞാൻ വല്ലതും ചെയ്യുന്നുണ്ടോ? ചിലപ്പോ ഈ വല്ലതും പറഞ്ഞ പോലെ വല്ലതൊക്കെ പറഞ്ഞു വരും അച്ഛനും. ഓ, അത് ശരി. എന്തെങ്കിലും പറഞ്ഞു ഒഴിയണം എന്നല്ലേ? ഓർമ്മിക്കാം. അച്ഛനോട് പറയാൻ മടിയുള്ളത് വല്ലതുകൊണ്ട് പറഞ്ഞോളൂ. തന്ത്രപൂർവ്വം ഞാൻ പ്രസന്റ് ചെയ്യാം. ആരെയാണ് കണ്ടുവച്ചിട്ടുള്ളത്? ഞാനാരും കണ്ടുവച്ചിട്ടൊന്നുമില്ല. അതല്ല പറഞ്ഞത്. പിന്നെ അഭിമാനിക്കരുത്. ഈ നാട്ടിന്ന് ഒന്നുമില്ലാത്ത ഒരാള് ഒന്നുമില്ലാത്തൊരു പെണ്ണിന്റെ കാര്യം പറഞ്ഞ് വന്നാൽ തന്നെ അഭിമാനിക്കരുത്. നിങ്ങൾക്ക് അത്രയ്ക്കുള്ള സ്ഥിതിയൊന്നും ഇല്ലാന്നും അറിയാം. പക്ഷേ അച്ഛനോടത് പറയാൻ എനിക്ക് വയ്യല്ലോ. മകളുടെ സമ്മതമൊന്നും അച്ഛന്മാർ ചോദിക്കുന്ന പതിവൊന്നുമില്ലേ ഇവിടങ്ങളിലൊക്കെ? മകൾക്ക് എത്ര സമ്മതാച്ചാലും ചെല്ലുന്ന സ്ഥലത്ത് വലിയ കാര്യമൊന്നുമില്ലെന്നും അറിയാം. അതുകൊണ്ടാ പറഞ്ഞത്. അപമാനിക്കാണ്ട് അയച്ചാൽ മതി അച്ഛനെന്ന്.